ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലെത്താൻ വേണ്ടി പതിറ്റാണ്ടുകളോളം സ്വപ്നം കാണുകയും സമ്പാദ്യം കൂട്ടിവെക്കുകയും ചെയ്ത ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളും സ്വപ്നങ്ങളുമാണ് അതിർത്തിയിലെ അടഞ്ഞുകിടക്കുന്ന ഗേറ്റുകൾക്ക് മുന്നിൽ തകർന്നടിയുന്നത്. വിശുദ്ധ കഅബയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലബ്ബൈക്ക് വിളികളുമായി ഒത്തുകൂടുമ്പോൾ ഗസയിലെ വിശ്വാസികൾക്ക് ഇത് തീരാവേദനയുടെ തുടർച്ചയായ 3-ാം വർഷമാണ്. ഇത്തവണയും ഗസയിലെ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് തീർത്ഥാടനം വിലക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ജീവിക്കാനുള്ള അവകാശത്തോടൊപ്പം അവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും ഇവിടെ തടയപ്പെട്ടിരിക്കുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ക്രൂരമായ സൈനിക അധിനിവേശത്തിനു ശേഷം ഇസ്രായേൽ ഏർപ്പെടുത്തിയ കർശനമായ അതിർത്തി ഉപരോധമാണ് ഗസയിലെ മുസ്ലിങ്ങൾക്ക് ഇത്തവണയും ഹജ്ജ് യാത്ര അസാധ്യമാക്കിയിരിക്കുന്നത്. ഗസയിൽ നിലവിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും അതിർത്തി കടക്കാനുള്ള അനുമതി ഇസ്രായേൽ പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു. ഇതോടെ ഹജ്ജ് എന്ന വലിയ ലക്ഷ്യം ഗസ നിവാസികൾക്ക് വീണ്ടും ഒരു അപ്രാപ്യമായ സ്വപ്നമായി തുടരുന്നു. ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ശാരീരികവും സാമ്പത്തികവുമായ ശേഷിയുള്ള ഓരോ മുസ്ലിമും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കേണ്ട പുണ്യ തീർത്ഥാടനമാണ് ഹജ്ജ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വിശ്വാസികൾ ഒത്തുചേരുന്ന ഈ പുണ്യകർമ്മം ഫലസ്തീൻ ജനതയ്ക്ക് മേൽ കേവലം ഒരു മതപരമായ ആചാരം മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നുള്ള ആശ്വാസവും സമാധാനത്തിനായുള്ള പ്രാർത്ഥനാ വേദിയുമാണ്. എന്നാൽ ആത്മീയമായ ഈ വലിയ ആഗ്രഹത്തിന് മേലാണ് വർഷങ്ങളായി കരിനിഴൽ വീണിരിക്കുന്നത്. ഗസയിലെ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടണമെങ്കിൽ കടുത്ത യാത്രാ നിയന്ത്രണങ്ങൾ മറികടക്കേണ്ടതുണ്ട്. തങ്ങളുടെ സമ്പാദ്യമെല്ലാം കൂട്ടിവെച്ച് ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങിയിരുന്ന 3000-ഓളം ഗസ നിവാസികളിൽ ഒരാളായിരുന്നു ഹനാൻ അൽ ഹംസ്. എന്നാൽ ഇസ്രായേൽ അഴിച്ചുവിട്ട യുദ്ധം ഇവരുടെ എല്ലാം പ്രതീക്ഷകൾ തകർത്തു. യുദ്ധത്തിന് മുമ്പ് ഗസയിലേക്കുള്ള വഴികളെല്ലാം ഇസ്രായേലിൻ്റെ കർശന നിയന്ത്രണത്തിലായിരുന്നു. പുറം ലോകവുമായി ഗസയെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു വഴി റഫ അതിർത്തിയായിരുന്നു. ഈ അതിർത്തി വഴി വിദേശത്ത് അടിയന്തര ചികിത്സ വേണ്ട രോഗികൾക്ക് മാത്രമാണ് നിലവിൽ യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കുന്നത്. വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നുമുള്ള തീർത്ഥാടകർക്ക് യാത്രാരേഖകളോ പ്രത്യേക പാസുകളോ ഇസ്രായേൽ അധികൃതർ അനുവദിക്കുന്നില്ല. ഗസയിൽ സ്വന്തമായി വിമാനത്താവളമില്ലാത്തതിനാൽ അയൽ രാജ്യങ്ങളായ ഈജിപ്ത് വഴിയോ ജോർദാൻ വഴിയോ മാത്രമേ ഇവർക്ക് സൗദി അറേബ്യയിലേക്ക് പോകാൻ സാധിക്കൂ. എന്നാൽ ഈ അതിർത്തികളിലേക്ക് പ്രവേശിക്കാൻ പോലും ഇവർക്ക് അനുമതിയില്ല. ഹജ്ജ് കർമ്മത്തിന് മാത്രമല്ല, പഠനത്തിനോ ജോലിക്കോ വേണ്ടി പോലും ഗസയിൽ നിന്ന് പുറത്തു പോകുന്നത് ഇപ്പോൾ പൂർണ്ണമായും അസാധ്യമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഇസ്രായേലിൻ്റെ കടുത്ത കര വ്യോമ നാവിക ഉപരോധത്തിലാണ് ഗസ കഴിയുന്നത്. തുടർച്ചയായ സൈനിക ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ പട്ടിണിയോടും രോഗങ്ങളോടും പൊരുതുമ്പോഴാണ് ആത്മീയമായ ഈ അവകാശം കൂടി നിഷേധിക്കപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ ഈ ക്രൂരമായ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഫലസ്തീനിലും അന്താരാഷ്ട്ര തലത്തിലും ഉയരുന്നത്. ഹജ്ജ് തടയുന്നത് ഇസ്ലാം മതവിശ്വാസികൾക്ക് നേരെയുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് ഫലസ്തീനിലെ ഇസ്ലാമിക പണ്ഡിതരും വഖഫ് മന്ത്രാലയം പറയുന്നത്. ആരാധനാ സ്വാതന്ത്ര്യം രാഷ്ട്രീയ ആയുധമാക്കരുതെന്ന് അവർ ആവശ്യപ്പെടുന്നു. OIC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മുസ്ലിം സംഘടനകളും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഇസ്രായേലിൻ്റെ നടപടിയെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധകാലത്ത് പോലും ജനങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും തടയാൻ പാടില്ലെന്നിരിക്കെ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം തുടർച്ചയായി ലംഘിക്കുകയാണ്. വരും വർഷങ്ങളിലെങ്കിലും തങ്ങൾക്ക് പുണ്യഭൂമി സന്ദർശിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും കരിനിഴൽ ബാക്കി നിൽക്കുന്നു.